ആയുർജീവനത്തിൽ നമ്മൾ എപ്പോഴും പറയാറുള്ളത് നാച്ചുറൽ റെമഡീസിനെ കുറിച്ചാണ്. ഇത്തരം നാച്ചുറൽ റെമഡീസിനെ കുറിച്ചും അതുപോലെ നാച്ചുറലായിട്ട് തന്നെ നമ്മുടെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ചുമൊക്കെ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്ന ഒരു ടൈമാണ് ഇപ്പോഴത്തെ ഈ കർക്കിടക മാസം. കർക്കിടക ചികിത്സയെ പറ്റിയൊക്കെ ഏവർക്കും തന്നെ ഇപ്പോൾ അറിയുകയും ചെയ്യാം. ഈ കർക്കിടക ചികിത്സയൊക്കെ നമുക്ക് പോസിബിൾ ആവുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് ചുറ്റുമുള്ള ഈ ചെടികളുടെ ക്യൂറിംഗ് കപ്പാസിറ്റി അല്ലെങ്കിൽ ഔഷധ ഗുണം കൊണ്ട് മാത്രമാണ്. തിരുവനന്തപുരത്തുള്ള പോത്തൻകോട് ശാന്തിഗിരി സിദ്ധ ആയുർവേദ ഹോസ്പിറ്റലിൻ്റെ ഹെർബൽ ഗാർഡനിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഏകദേശം 500ഓളം ഔഷധ ചെടികൾ ഇവരിവിടെ നട്ടു വളർത്തി സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എൻഡേഞ്ചേർഡ് സ്പീഷീസ് എന്ന് പറയുന്ന ഇനത്തിൽപ്പെടുന്നവയാണ് ഇത്തരം അമൂല്യ ഔഷധ ഗുണമുള്ള ചെടികളിൽ മിക്കതും. അതുകൊണ്ട് തന്നെ ഇവർ അത്തരം ഒരുപാട് ചെടികൾ ഇവിടെ ശേഖരിച്ച് അവർ സംരക്ഷിച്ചു വരുന്നുണ്ട്. ഡോക്ടർ ഷേബൽ ശാന്തിഗിരി സിദ്ധ ഹോസ്പിറ്റലിലെ മെഡിക്കൽ സർവീസസ് വിഭാഗത്തിലാണ് സാർ വർക്ക് ചെയ്യുന്നത്. ഈ ഒരു ഗാർഡനെ പറ്റി ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ കാണുന്നതൊക്കെ തന്നെ മെഡിസിനൽ പ്ലാന്റ്സ് തന്നെയാണല്ലേ? ഔഷധ സസ്യങ്ങൾ തന്നെയാണ്. ഏകദേശം 500-ൽ പരം ഔഷധ സസ്യങ്ങൾ ഇവിടെ പരിപാലിച്ച് വരുന്നുണ്ട്. 40ഓളം വർഷമായിട്ട് നമ്മളത് മെയ്ഡ് ചെയ്തതിന് ശേഷം ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം 200-ൽ പരം സ്പീഷീസിലുള്ള പ്ലാന്റ്സ് നമ്മളിപ്പോഴും ഇവിടെ കീപ്പ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ നാച്ചുറൽ ഹാബിറ്റാറ്റിൽ തന്നെ കീപ്പ് ചെയ്യുന്നതെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത. അപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ ഈ കരിങ്കുറിഞ്ഞി എന്നാണ് ഈ കാണുന്ന പ്ലാന്റ്സിൻ്റെ പേര്. ഇപ്പം നമ്മളിത് സ്ട്രോബലാന്തസ് ഫാമിലിയിൽ വരും. നമ്മുടെ ഏറ്റവും പ്രശസ്തമായ നീലക്കുറിഞ്ഞിയൊക്കെ ഈ പറയുന്ന പ്ലാന്റിൻ്റെ സ്പീഷീസിൽ വരുന്നതാണ്. സ്ട്രോബലാന്തസ് കുന്തിയാന എന്നാണ് നീലക്കുറിഞ്ഞിയുടെ പേര്. അപ്പം പ്രധാനമായും സ്ട്രോബലാന്തസ് സ്പീഷീസിൽ വാതഹരമായിട്ടുള്ള പ്രോപ്പർട്ടിയാണ് ഉള്ളത്. ഇപ്പോൾ ഏറ്റവും ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് മുട്ടുവാദം അങ്ങനെയുള്ളതും പിന്നെ അല്ലാതെയുള്ള വാദസംബന്ധമായിട്ടുള്ള ശരീരവേദനകൾ എവിടെ വരുവാണെങ്കിലും അതൊരു വാതരോഗമായിട്ടാണ് ആയുർവേദവും സിദ്ധവൈദ്യവും കാണുന്നത്. ഈ കാണുന്ന മരമാണ് പതിമുഖം. അത് നമ്മൾ ചപ്പങ്ങ കുടിവെള്ളത്തിലിടുന്നത്. അപ്പം നമ്മൾ സാധാരണ കരിങ്ങാലി വെള്ളങ്ങളിലെല്ലാം കരിങ്ങാലി എന്ന് പറയുന്ന കരിങ്ങാലി കാതൽ മാത്രമല്ല, അതിന് കളറിങ് ഏജന്റും ഒരു ദാഹശമനിയും കൂടിയാണ് ഈ പറയുന്ന ചപ്പങ്ങ എന്ന് പറയുന്നത് പതിമുഖം. ഇലയാണോ യൂസ് ചെയ്യുന്നത്? ഇലയല്ല, അതിൻ്റെ കാതലും വളരെ വിരളമായിട്ട് വേരും ഉപയോഗിക്കും. പക്ഷെ കാതലാണ് ചപ്പങ്ങത്തിൻ്റെ അല്ലെങ്കിൽ പതിമുഖത്തിൻ്റെ കാതലാണ്. കാതൽ രാഗിയിട്ട് അതൊരു വളരെ നൈസായി ചെറിയ പാർട്ടിക്കിൾസ് ആയിട്ടാണ് നമ്മളത് ഈ പറയുന്ന കരിങ്ങാലി വെള്ളത്തിലൊക്കെ ഉപയോഗിക്കുന്നത്. പണ്ട് നമ്മൾ കരിങ്ങാലി വെള്ളത്തിലെ നമ്മൾ വെള്ളം കുടിച്ചിരുന്നുള്ളൂ പണ്ടത്തെ മലയാളികൾ, വെറും വെള്ളം കുടിക്കാതെ. കാരണം പിത്തശമനം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ അധികമായി വരുന്ന ഈ ടോക്സിക് ആക്സിഡന്റിനെ കംപ്ലീറ്റ് നമ്മൾ ശരീരത്തിൽ നിന്ന് ഓരോ ദിവസവും ഈ വെള്ളം അല്ലെങ്കിൽ ഈ പതിമുഖമൊക്കെ ഇട്ട് ഡീടോക്സിഫിക്കേഷൻ എന്ന് പറയുന്ന ഏജന്റ് ഉണ്ട്. അത് രോഗത്തെ പ്രതിരോധിക്കുന്ന ഔഷധങ്ങളിൽ പ്രധാനമായും വരുന്നതാണ് ഇതെല്ലാം.